ഹലോ, അങ്ങനെ ഞങ്ങൾ സൂര്യ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. സിനിമ ഏതൊക്കെ നല്ല ടിക്കറ്റ് ഒന്നും പറയണ്ട, ഞാൻ ക്യാപ്ഷൻ കൊടുക്കും. കാലിക്കറ്റ് ബ്ലോഗ് ടിക്കറ്റ് എവിടെ നിന്നെടുക്കുക? കലിക്ക് കാണാൻ വന്ന ഞാൻ പട്ടാപ്പകലും എവിടെയാണിത്? ഞങ്ങൾ ഗൈസ് പട്ടാപ്പകൽ മൂവിയാണത്. കലിക്ക് ഈ സമയത്ത് അല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. അങ്ങനെ പടം തുടങ്ങാൻ ഇനിയും സമയമുണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് കരുതി, നമുക്ക് വല്ലാണ്ടൊരു വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചെറിയ എന്തെങ്കിലും ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ചെറിയ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഫുഡ് കോർട്ട്. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൃത്തിയും കാര്യങ്ങളും, നല്ല വൃത്തിയുണ്ട്, നല്ല കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. സംഭവം അടിപൊളിയാണ്, നിങ്ങൾ തന്നെ കണ്ടു നോക്കും. ഒരു മാംഗോ ഒരു ഗ്രേപ്പ് മതി. എത്രയാ? ഹലോ, പറയൂ. വരുന്നുണ്ട്. വേറൊന്നും വേണ്ട. ഹലോ, അപ്പോൾ ഞങ്ങളിവിടെ സൂര്യ തിയേറ്ററിലെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. 12 മണിക്കാണ് ഷോ. 2 ജ്യൂസ് വാങ്ങി ഇങ്ങനെ കുടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് നേരം നോക്കിയപ്പോൾ ഇതാ പടം തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ സ്ക്രീനിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ തിയേറ്ററിൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി ആയാലും സൂപ്പറാണ്, എല്ലാവരും അടിപൊളി. അങ്ങനെ ഞങ്ങൾ പടം കാണാൻ കയറുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ആരുമില്ല. മാറിയിരിക്കാൻ പറ്റുമോ? അടുത്ത പടത്തിന് മാറിയിരിക്കാൻ പറ്റുമോ? ഇടവേളക്ക് ശേഷം അപ്പൊ ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. അടിപൊളിയാണല്ലോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിലുള്ള കാഡ്സു റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഇവിടെ തായ് ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുറ്റിയെടുത്ത് വന്നതാണ്, കുറ്റിയും പറിച്ച് വന്നതാണ് ഗൈസ്. എപ്പോഴും നമ്മൾ ബിരിയാണി, അൽഫാം അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു തായ് ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം വന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കോഴിക്കോടിലുള്ള കാഡ്സു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാത്രി 11 മണി വരെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഫുഡ് വന്നിട്ട് കാണാം. അപ്പോൾ ദാ കഴിക്കാൻ കിട്ടിയത് സാലഡ്. അടിപൊളി റെസ്റ്റോറൻ്റ് ആട്ടോ, അടിപൊളി. ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തൊരായിട്ട് എത്തി. അപ്പം എൻ്റെ ഫ്രണ്ട് അത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു.
നോക്ക്. ആ നോളി തോന്നിക്കണേ. വാഴപ്പിണ്ടിയാ? വാഴപ്പിണ്ടിയാ തോന്നുന്നു. പോരാ ഗൈസ്. കഴിക്കാം സത്തെ. ഫോട്ടോ എടുക്കാം പിന്നെ. അവളിവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ തന്നെ ഫുഡ് കഴിച്ച് ക്ഷീണിച്ചു ഗൈസ്. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഇതാണ് ഹോട്ടൽ. കഴിച്ചാ ക്ഷീണിച്ചിരിക്കുക ഇവിടെ വൃത്തി. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലം കാണാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിക്കണം. ഞങ്ങൾ ഇനി അടുത്ത മിഠായി തെരുവിലോ. ഞങ്ങൾ മിഠായി തെരുവ് എത്തി. ഇവിടെ ഇരിക്കണം. ഫുഡെല്ലാം കഴിച്ച് ക്ഷീണിച്ച് കയറി ഇരിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മിഠായി തെരുവെത്തി നടന്നുകൊണ്ടിരിക്കണം. മിഠായി തെരുവിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പർച്ചേസിങ്. അതെ ഈ വഴി പോകണം, ഈ വഴി പോകണം. ഈ വഴിയാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഭഗവതി ക്ഷേത്രം തുറന്നിട്ടില്ല. പിന്നെ നേരെ കടന്നു പോയാൽ ചുറ്റും രണ്ട് സൈഡിൽ ഷോപ്പുകൾ കാണാം. ഞങ്ങളൊരു ബെൽറ്റ് വാങ്ങാൻ കയറിയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങി ഗൈസ്. ടോയ്സ് ഞങ്ങൾ ടോയ്സ് വാങ്ങി ഇറങ്ങി ഗൈസ്. വേണ്ട. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് പോവാട്.